നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അടുത്ത ആഴ്ചത്തെ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രൊവൈഡ് ചെയ്ത അനാലിസിസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എങ്ങോട്ട് പോവാം, എങ്ങനെ പോവാം, അവിടെ എവിടെ സെല്ലേഴ്സ് ഉണ്ട്, എവിടെ ബയേഴ്സ് ഉണ്ട് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഞാൻ ചെയ്യുന്നത് എന്താണ്, ഫിബ് എടുത്ത് ഈ ലോയിൽ നിന്ന് ഈ ഹൈ വരെ പ്ലോട്ട് ചെയ്യുന്നു. നമ്മുടെ വേണ്ട ലെവൽസ് ഏതാണ്? 0.5, 0.618 ഈ ലെവൽസ്. ഇതാണ് ഈ പോയ ബയേഴ്സിന്റെ എന്താ പറയാ, ഒരു മേജർ സോൺ. ഇതിന് താഴെ പോവുകയാണെങ്കിൽ ഈ ബയേഴ്സ് ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ബയേഴ്സ് ഉണ്ടോ? ബയേഴ്സ് ഉണ്ട്. സെല്ലേഴ്സ് ഉണ്ടോ? സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് നോക്കാം? ഈ ഹൈയിൽ നിന്ന് ഈ ലോ എന്നിട്ട് നമുക്ക് അതൊന്ന് മാർക്ക് എടുക്കാം. അപ്പൊ നിഫ്റ്റിയിൽ ബയേഴ്സും ഉണ്ട്, സെല്ലേഴ്സും ഉണ്ട്. ഇതാണ് അവരുടെ സോൺ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും ഞാൻ വരയ്ക്കുന്നത്. അത് നിങ്ങൾ സ്വന്തം ചാർട്ടിൽ ചെയ്ത് നോക്കുക. ഓക്കെ, നിഫ്റ്റിയിൽ ബയേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്, രണ്ടുപേരും ആക്റ്റീവ് ആണ്. അപ്പോൾ അഥവാ ഇത് താഴെ വന്നാൽ താഴെ ബയേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ബയേഴ്സ് കാണില്ല. അപ്പൊ അവരെവിടെയാണ് ഉള്ളത് നോക്കാമല്ലോ. അപ്പൊ അതനുസരിച്ച് നമുക്ക് ട്രേഡ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മൊത്തം ഇടിഞ്ഞ് താഴെ പോകുന്ന ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ചാർട്ട് തന്നെ പറയുന്നുണ്ട് എവിടെ ബയേഴ്സ് ഉണ്ട്, എവിടെ സെല്ലേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ താഴെ വന്നാലോ, ഈ പോയ ബയേഴ്സിന്റെ പ്രീമിയം ഏരിയ ഇവിടെ ഉണ്ട്. ഇതിന് താഴെ പോയാലേ ഇവർ വിട്ടു പോവുള്ളൂ. അതുപോലെ ഇപ്പൊ ഒരു പ്ലേയിൽ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇത്രയും മനസ്സിലായി. ഒരു മിനിറ്റ് പോലും തികച്ചെടുത്തിട്ടില്ല. നിഫ്റ്റിയിൽ 3 സോൺസ് വരയ്ക്കാം. ഇത് റെഡ് സെല്ലേഴ്സിന്റെ പറക്കി കൊടുത്തേക്കാം. സോറി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം പോവാം. ഇതിന്റെ കൂട്ടത്തിൽ സപ്പോർട്ട് റെസിസ്റ്റൻസും മറ്റൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ ട്രേഡബിൾ ആയിട്ട് നോക്കാൻ പറ്റും. ഇത് നമുക്ക് അനാലിസിസ് മാത്രമാണ്. സെല്ലേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ. ഈ സോൺ ബ്രേക്ക് ചെയ്താൽ കൂടുതൽ സെല്ലേഴ്സ് വരും എന്നും പറഞ്ഞ് ഇടിഞ്ഞു പോകും. ഇവിടെ കാരണം ബയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് മൊത്തം പി വി പുട്ട് എന്ന് പറഞ്ഞിരിക്കുക. കറക്റ്റ് കോൺഫിഡൻസിൽ ട്രേഡ്സ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, കാരണം മാർക്കറ്റിൽ സോൺസ് ഉണ്ട്, അത് റെസ്പെക്ട് ചെയ്യും. ബയേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്, അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയിൽ എന്താ 2 hours ആണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഓക്കെ, ലേറ്റസ്റ്റ് നോക്കാം. ലേറ്റസ്റ്റ് ബയേഴ്സ് ഇവിടെ നിന്നല്ലേ കൊണ്ടുവരുള്ളൂ. ഈ ഹൈ ഉണ്ടാകും. അതിന്റെ 0.5, 0.618% എന്ന് പറഞ്ഞത് ഇതൊക്കെ. അത് ബ്രേക്ക് ആയിട്ടുണ്ടോ? ഇല്ല. ബയേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ വീണ്ടും നമ്മളെ കൊണ്ടുപോകും. ഇതിന് താഴെ ഇടിഞ്ഞത് വീണ്ടും വരുമോ? വരാതിരിക്കാം. മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, സെല്ലേഴ്സ് ഉണ്ടോ? സെല്ലേഴ്സിന്റെ സോൺ കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഹൈയോട്ട് എടുക്കാം. ഈ ഹൈയോട്ട് ഈ ലോ ആയിരിക്കട്ടെ. ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് മാർക്കറ്റിൽ ഇല്ല. മാർക്കറ്റിൽ എന്തും വർക്ക് ചെയ്യും. നമുക്ക് അതിന് റീസൺ വേണമെന്നേ ഉള്ളൂ. ഒരു ട്രേഡ് എടുത്തെന്ന് പറഞ്ഞൊരു 1000 റീസൺ ഒന്നുമില്ല. നമുക്ക് ജെന്യൂൻ ആയിട്ട് തോന്നുന്നു, നമുക്ക് ബിലീവ് ചെയ്യുന്ന റീസൺ ഉണ്ടെങ്കിൽ അത് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ പ്രോഫിറ്റിലോ ആവും. ഓക്കെ, റീസൺ വേണം. ഓക്കെ, അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ എന്താ, സെല്ലേഴ്സ് ഉണ്ട്, ബയേഴ്സ് ഉണ്ട്. ഇത് ക്ലോസ് ആണ്. താഴോട്ട് അഥവാ ഇവിടെ ക്ലോസ് ചെയ്ത് വന്നു എന്ന് വെക്കുക. അപ്പൊ ഇവിടെ വേറെ ഏതെങ്കിലും സോൺസ് ഉണ്ടോ എടുക്കാൻ? ഉണ്ടല്ലോ. ഓക്കെ, ഈ ലോട്ട് ഈ ഹൈ പോവാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആണ്. നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യാന്ന് പറയുന്നത് ആർക്കും പറ്റുന്ന കാര്യമാണ്. ഞാനൊരു വഴി ഫിബ് വെച്ച് കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ ഇതിന്റെ പറ്റിയ ക്ലിയറിറ്റി. അല്ല വേറെ ഒന്നും തന്നെയില്ല. അഥവാ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും മോളിൽ പോയി എന്ന് വെച്ചോളൂ, ഇവിടെ റിജക്ഷൻ വീണ്ടും വരാം. ഇതിന് മോളിൽ പോയി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ ഇവരൊക്കെ പോയി, ഈ വന്ന സെല്ലേഴ്സ് ഒക്കെ പോയി എന്നുള്ളതുള്ളൂ. എനിക്ക് സാധ്യത ഞാൻ തോന്നുന്നതാണ്, ചിലപ്പോൾ ഇതിൽ താഴോട്ട് വരാം, ഈ ഏരിയ വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇവിടുന്ന് വേണമെങ്കിൽ തിരിച്ചും പോവാം. ഓക്കെ, മാർക്കറ്റാണ്, എന്ത് സംഭവിക്കാം. ചിലപ്പോ ഇസ്രായേൽ, ഇറാൻ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളില്ല ഗ്ലോബലിൽ. ചിലപ്പോൾ മൊത്തം ഇടിഞ്ഞു വരാം. എന്ത് സംഭവിക്കാം മാർക്കറ്റിൽ. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം എവിടെയൊക്കെ മാർക്കറ്റിൽ പ്രൈസ് ഒന്ന് റിയാക്ഷൻ വരാം, താഴെ വരാം, ഇത് ഒന്നും വകവയ്ക്കാതെ മോളിപ്പോ അല്ലേ. അപ്പൊ എന്തുവാണോ സംഭവിക്കാം.
അപ്പോൾ ഈ ചെറിയ അനാലിസിസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, നമുക്ക് അറിയാം. എന്തിലും നമ്മൾ എന്താണ് അറിയുന്നത്? ബയർ എവിടെ, സെല്ലർ എവിടെ, എവിടെ നിന്ന് എങ്ങോട്ട് പോയാൽ പ്രൈസ് പോയാൽ ബയർ പോവും, സെല്ലർ പോവും. ഓക്കെ, എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ലെങ്ത് കൂടുന്നില്ല. താങ്ക് യു.